അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രവാചകന്മാരുടെ പ്രബോധന വിഷയങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർ ചേർത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവുക എന്ന്. നമുക്ക് കാണാം സൂറത്തുൽ മുഅ്മിനൂനിലെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്ന രംഗം ഓർമ്മപ്പെടുത്തുന്നു. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹിനെ അവരുടെ ജനതയിലേക്ക് അയച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ജനങ്ങളോട് പറയാണ്, യാ ഖൗമി അബ്ദുല്ലാ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നത് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. എന്നിട്ട് അവസാനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ല, ഖുർആനിൽ നമ്മൾ പലയിടങ്ങളിലായി സൂറത്ത് ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അലൈഹി ഇസ്ലാമും ഹൂദ് നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും ലൂത്ത് നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും ഒക്കെയും തന്നെ തൻ്റെ ജനതയോട് അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് യാ അയ്യുഹൻ നബി യുത്തഖില്ലാ, അല്ലയോ നബിയെ വിളിച്ച് പറയാണ്, ഇത്തഖില്ല, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, സൂക്ഷ്മത നിങ്ങൾ പാലിക്കണം എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് മാത്രമല്ല, അത് ജനങ്ങളോട് ഓർമ്മപ്പെടുത്താൻ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബക്കും. ഖുൽ, നബിയെ നീ പറയുക, എന്താ പറയേണ്ടത്? യാ ഇബാദിയല്ലദീന ആമനു, എൻ്റെ വിശ്വസിച്ചവരായ അടിമകളെ, ഇത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിക്കണം ആരെ? റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആഴ്ചകളിലും ഖുതുബകളിലൂടെ നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുള്ളതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി ആവർത്തിച്ച് കേൾക്കാറുണ്ട്. ഓരോ ഖുതുബത്തിൽ ഹാജയിലും നമ്മൾ കേൾക്കാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രംഗങ്ങളിൽ തഖ്വ നിങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ഓർമ്മപ്പെടുത്തുമ്പോഴും നിങ്ങൾ ആവശ്യമായിട്ടുള്ള യാത്രക്ക് ആവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കുക എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. എന്നാൽ ഏറ്റവും നല്ല ജീവിതത്തിനുള്ള ആ ഒരു യാത്രയിലുള്ള പാഥേയം എന്ന് പറയുന്നത് അത് തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവസാനിപ്പിക്കുന്നത് വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ വിളിച്ചു പറയാം, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ തഖൂനി, നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് തഖ്വ? എന്താണ് തഖ്വ? സൂക്ഷ്മത എന്നുള്ള ഒരു നല്ല ഗുണത്തിന്, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നല്ല ഗുണത്തിന് പറയുന്നതാണ് തഖ്വ എന്നുള്ളത്. 4 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട്, അല്ലെങ്കിൽ 4 അർത്ഥ തലങ്ങൾ നമുക്കതിനെ എടുത്തു പറയാം. ഒന്ന്, ആപൽക്കരമായ സംഗതികളെ തടുക്കുക. അതേപോലെ തന്നെ ആപൽ സാധ്യതകളെ കുറിച്ച് ജാഗ്രത പാലിക്കുക. അതേപോലെ അള്ളാഹുവിനെ ഭയഭക്തി കാണിക്കുക, അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുക. 4-മത്, അള്ളാഹുവിന്റെ അപ്രീതിയെയും കോപത്തെയും ഭയപ്പെടുക. ഇങ്ങനെ 4 രൂപത്തിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഈ ആശയങ്ങൾ ഉൾപ്പെടുന്ന രൂപത്തിൽ തന്നെ നമുക്ക് കൃത്യമായി ഇതിനെ എന്താണ് എന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് തഖ്വ? അൻ തഅമല ബിതഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. നിങ്ങൾ അമലുകൾ ചെയ്യണം, പ്രവർത്തിക്കണം. എങ്ങനെ? അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ് തഖ്വ. മാത്രല്ല, വഅൻ തത്റുക മഅസിയത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ് തഖാഫ് ഇഖാബില്ലാഹ്.
അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യം വെടിയുക എന്നതാണ് തഖ്വ. അപ്പൊ തഖ്വ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ള, എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ അനുസരിക്കുന്നതിലൂടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള മഅസിയത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിച്ച് നന്ദികേട് കാണിക്കാതെ ജീവിക്കുന്നതിലൂടെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മോട് ആവശ്യപ്പെട്ടത് ആ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരുപാട് ഖുർആനിക ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കലും അള്ളാഹു നിർബന്ധമാക്കിയത് നമ്മൾ ജീവിതത്തിൽ പാലിക്കലും അള്ളാഹു വിരോധിക്കൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തലും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കലും, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ അനുധാവനം ചെയ്യലും ശിർക്കിൽ നിന്നും മറ്റ് വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കലും ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കലും പരലോക ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കലും, ഇതൊക്കെയുമാണ് തഖ്വ. അതുകൊണ്ട് തന്നെ ആ തഖ്വ നമുക്ക് പുറമൂടി കൊണ്ട് കൃത്യമായിട്ട് അളന്നെടുക്കാൻ കഴിയില്ല എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വ എന്നുള്ളത് അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, നെഞ്ചിനകത്ത ഹൃദയത്തിനുള്ളില്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്നൽ അഅമാല ളാഹിറത ലാ യഹ്സുലു ബിഹ തഖ്വ. പുറമോടി കൊണ്ട് തഖ്വ ഉണ്ടാവില്ല, പുറമോടി കൊണ്ട് പുറമെ കാണുന്നത് കൊണ്ട് തഖ്വ ഉണ്ടാകില്ല. വ ഇന്നമാ തഹ്സുലു ബിഹമാ യഖഉ ഫിൽ ഖൽബി മിൻ അദ്മത്തില്ലാഹി തആല വ ഖശിയതിഹി വ മുറാഖബതിഹി. എന്ന തഖ്വ ഉണ്ടാവുക എങ്ങനെയാണ്? ആ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള മഹത്വബോധം കൊണ്ട്, അതുപോലെ തന്നെ അവനെ കുറിച്ചിട്ടുള്ള ഭയം കൊണ്ട്, അവൻ അടുത്ത് നിന്ന് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം കൊണ്ട് മാത്രമേ തഖ്വ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. എന്ത് രൂപത്തിലാ തഖ്വ ഉണ്ടാകുക? വ ഇന്നമാ തഹ്സുലു ബിഹാ യഖഉ ഫിൽ ഖൽബ്, അത് ഹൃദയത്തിലുള്ളതാ. എന്തുകൊണ്ട്? മിൻ അദ്മത്തില്ലാഹി തആല വ ഖശിയതിഹി വ മുറാഖബതിഹി. മൂന്ന് കാര്യങ്ങൾ: അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പാടിലൂടെ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു മുറാഖബത്ത്, ആ ഒരു അടുപ്പം, അതൊക്കെ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുണ്ടാകുന്നതാണ്, ഹൃദയത്തിൽ കടന്നു വരുന്നതാണ് തഖ്വ എന്ന് നമുക്ക് ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. തഖ്വ നേടിയെടുക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് അറിവ് നേടുക എന്നുള്ളതാണ്. രണ്ട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരിപൂർണമായി അനുസരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ശിർക്കിൽ നിന്ന് ഒഴിവായി തൗഹീദ് പൂർണ്ണമായും അംഗീകരിക്കുക എന്നുള്ളതാണ്. നോമ്പ് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുക എന്നുള്ള, ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഇതെല്ലാം ചേരുമ്പോൾ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് തഖ്വ മനസ്സിലാക്കാൻ കഴിയുന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് തഖ്വ? തിരിച്ച് അബൂ ഹുറൈറ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു മുള്ളുകളൊക്കെ ഉള്ള ഒരു വഴിയിലൂടെ നടക്കാറില്ലേ? അപ്പൊ നടക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നടക്കാറുള്ളത് എന്ന് ചോദിച്ചു പറയുന്നുണ്ട്, ആ മുള്ളേൽക്കാതെ രൂപത്തിൽ വസ്ത്രങ്ങൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് മുള്ളുകൊള്ളാതെ സൂക്ഷിച്ചാണ് നടക്കാറ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്കിൽ തഖ്വ എന്നുള്ളത് ദുനിയാവിലെ തിന്മകളാകുന്ന മുള്ളുകളിൽ നിന്ന് അവ കൊള്ളാതെ സൂക്ഷിച്ച് ജീവിതം നയിക്കുക എന്നതാണ് തഖ്വ. ഫത്തഖുല്ലാഹ വസ്തറതു. കഴിവിന്റെ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ തഖ്വ അധിഷ്ഠിതമായിക്കൊണ്ട്, ആ തഖ്വയിൽ അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർപ്പെടുത്തിയതാണ്, അവർക്കാണ് സ്വർഗം എന്നുള്ളത്. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ്യ. ആരാണോ തഖ്വ ഉള്ളത് അവർക്കുള്ളതാണ് സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് സ്വർഗം സമ്മാനമായി നേടുന്നവരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.